ഉസിയ രാജാവ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശക്തനായ ഒരു രാജാവായിരുന്നു. യഹൂദ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഏറ്റവും, നമ്മുടെ ഈ മലയാള ഭാഷയിൽ ഒരു കാര്യമുണ്ട്, ഒരു രാജ്യത്തിൻ്റെയൊക്കെ സുവർണ കാലഘട്ടം എന്നൊക്കെ പറയുമല്ലോ, എന്നതുപോലെ ഒരു സുവർണ കാലഘട്ടമായിരുന്നു ഉസിയ രാജാവിൻ്റേത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവൻ്റെ ചുറ്റുപാടുമുള്ള എല്ലാ രാജ്യക്കാരെയും അവൻ തോൽപ്പിച്ചു എന്ന് മാത്രമല്ല, അവരൊക്കെ ഉസിയ രാജാവിന് കപ്പം കൊണ്ടുവന്ന് കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ എല്ലാ രാജാക്കന്മാരെയും കീഴടക്കി, ചുറ്റുമുള്ള സകല രാജ്യങ്ങളെയും കീഴടക്കി, അവൻ്റെ ഫെയിം അല്ലെങ്കിൽ അവൻ്റെ പ്രശസ്തി മിസ്രയീം വരെ പരന്നെന്നാണ് കാണുന്നത്. അതുപോലെ, അതായത് പലസ്തീൻ മാത്രമല്ല, പലസ്തീന് പുറത്തു പോലും ഉസിയാവിനെ കുറിച്ചുള്ള ആ ഉസിയാവിൻ്റെ പ്രശസ്തി വളർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ശരിക്കും ഇസ്രായേലിനെ അഥവാ യഹൂദ്യ രാജ്യത്തെ എല്ലാവരും ഭീതിയോടെയോ ഒരു പരിധി വരെ ബഹുമാനത്തോടെയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതായ ഒരു കാലയളവിൽ പെട്ടെന്ന് എന്താ സംഭവിക്കുന്നത്? ഉസിയ രാജാവ് മരിച്ചു. അപ്പോൾ ഉസിയ രാജാവ് മരിച്ചു കഴിഞ്ഞാൽ ഉടനെ സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്താണ്? ഇതുവരെ പതുങ്ങിയിരുന്ന ഒതുങ്ങിയിരുന്ന രാജാക്കന്മാരൊക്കെ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? പെട്ടെന്ന് തന്നെ യെരൂശലേമിനെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. എന്ന് തന്നെയല്ല, ഉസിയാവിൻ്റെ മോൻ ആ സമയത്ത് അത്ര വലിയ പ്രഗത്ഭനോ പ്രശസ്തനോ ഒന്നുമല്ല. അതായത് പിതാവിൻ്റെ ആ ഒരു പ്രശസ്തിയോ പ്രാഗൽഭ്യമോ തെളിയിക്കാത്ത, അല്ലെങ്കിൽ തെളിയിക്കാൻ കഴിയാഞ്ഞ ഒരു മകനാണ് അദ്ദേഹത്തിനുള്ളത്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ രാജാവ് അതുപോലെ ശക്തനായ ഒരു രാജാവല്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ യെശയ്യാവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയം മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഹൃദയമാണ്. ഈ ജനങ്ങൾക്ക് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? ഉസിയ രാജാവ് മരിച്ചുപോയല്ലോ, എന്താ സംഭവിക്കാൻ പോകുന്നത്? ശരിക്കും പ്രതീക്ഷയുണ്ടായിരുന്ന, പ്രത്യാശയുണ്ടായിരുന്ന രാജാവ് മരിച്ചതായ ഒരു സാഹചര്യത്തിൽ, ഇപ്പം നമ്മുടെ സമീപകാല ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇറാഖ് ഏറ്റവും ശക്തമായിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് സദ്ദാം ഹുസൈൻ്റെ കാലഘട്ടമാണ്. സദ്ദാം ഹുസൈൻ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇറാഖിനെ തൊടാൻ പോലും ഒരാളും തയ്യാറായിട്ടില്ല. പക്ഷേ സദ്ദാം ഹുസൈൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ആർക്കും ഇറാഖിനോടൊരു പേടിയൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നതുപോലെ, ഉസിയ രാജാവ് ജീവിച്ചിരുന്ന കാലയളവിൽ യെരൂശലേമിനെ സ്പർശിക്കുവാൻ പോലും ആരും തയ്യാറാകാതിരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ പെട്ടെന്ന് എന്താ കാണുന്നത്? ഉസിയ രാജാവ് മരിച്ചു. മരിച്ചപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ട വ്യക്തികളിൽ ഒരാളാണ് യെശയ്യാവ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെശയ്യാവിൻ്റെ ഹൃദയത്തിൽ സ്ഥാപിതമായ താല്പര്യങ്ങളൊന്നുമില്ല. ആകെയുള്ള ഒറ്റ ആഗ്രഹം യെരൂശലേമിൻ്റെ ഉദ്ധാരണം, യെരൂശലേം എത്രയും ശക്തമായി നിലകൊള്ളുക എന്നുള്ളതേ ഉള്ളൂ. ഉസിയാവിൻ്റെ കാലയളവിൽ അവൻ ഓൾമോസ്റ്റ് സംതൃപ്തനായിരുന്നൊരു കാലയളവാണ്. എന്നാൽ എല്ലാം നഷ്ടപ്പെട്ടെന്ന്, എല്ലാം തകർന്നെന്ന് തോന്നുന്നതായ ഒരു സാഹചര്യം. സിംഹാസനത്തിൽ ഇപ്പോൾ ആരില്ല, ഉസിയാവ് ഭരിക്കുന്നില്ല, സിംഹാസനത്തിൽ ഇരിക്കാൻ ശക്തനായ ഒരു രാജാവില്ലാത്തതായ ഒരു സാഹചര്യത്തിൽ കർത്താവ് അവന് ഒരു ദർശനം കാണിച്ചു കൊടുക്കുകയാണ്. യെശയ്യാവിൻ്റെ പ്രവചനം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നില്ല. അവിടെ നമ്മൾ കാണുന്നത് എന്താണ്? ഉസിയ രാജാവ് മരിച്ചയാണ്ടിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ വാക്യത്തിന് അതിൻ്റേതായ പ്രസക്തിയുണ്ട്. വെറും കലണ്ടർ കാണിക്കാൻ വേണ്ടി മാത്രമല്ല. ഉസിയ രാജാവ് മരിച്ചയാണ്ടിൽ ദൈവത്തിൻ്റെ ഒരു ദർശനം ആർക്ക് കൊടുക്കുകയാണ്? യെശയ്യാവിന് കൊടുക്കുകയാണ്. അത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം നമുക്ക് നൽകുന്ന ദർശനങ്ങളൊക്കെ നമ്മുടെ മാനസികാവസ്ഥയ്ക്ക് യോജിക്കുന്ന ദർശനങ്ങളായിരിക്കും. ഉസിയ രാജാവ് മരിച്ചയാണ്ടിൽ യെശയ്യാവിന് കൊടുത്തത് ആളുകളെ പോറ്റുന്ന ഒരു ഇടയനായിട്ടോ അങ്ങനെയല്ല. അതിനേക്കാളൊക്കെ വ്യത്യസ്തമായ ഒരു ശക്തമായ ഒരു ദർശനമാണ്. എന്താണ്? കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ദൈവത്തിൻ്റെ പ്രത്യേകതയാണ്. ദൈവത്തിൻ്റെ പ്രത്യേകത നമ്മുടെ മാനസികാവസ്ഥയ്ക്കനുസരിച്ചാണ് ദൈവം എപ്പോഴും ഇടപെടുന്നത്. നമ്മുടെ മാനസികാവസ്ഥ തകർന്നിരിക്കുന്ന സാഹചര്യമാണെങ്കിൽ നമ്മളെ വീണ്ടും തകർക്കുവാനല്ല കർത്താവ് നോക്കുന്നത്, നമ്മളെ ശക്തിപ്പെടുത്തുന്നതായ ദൂതായിരിക്കും ദൈവം എപ്പോഴും തരുന്നത്. ഞാൻ തന്നെ ആലോചിച്ചിട്ടുണ്ട്, യേശു കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് അവരെ ഏറ്റവും കൂടുതൽ യഹൂദന്മാരെ പേടിച്ചിരുന്നതായ സമയത്ത് കർത്താവ് അവരെ
അടച്ചിട്ടിരുന്ന മുറിയിൽ പ്രത്യക്ഷനായി അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് സമാധാനം. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, അവരുടെ ജീവിതത്തിൽ സമാധാനം ഏറ്റവും കൂടുതൽ ഇല്ലാതിരുന്ന സാഹചര്യമാണ് ഇത്. കാനാവിലെ കല്യാണത്തിന് വെള്ളമൊക്കെ വീഞ്ഞാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സമാധാനം എന്നൊക്കെ യേശു പറഞ്ഞായിരുന്നെങ്കിൽ ഇത്രയും ഫീലിംഗ് അവർക്ക് ഉണ്ടാകത്തില്ല. കാര്യം അന്നേരം വലിയ സമാധാനക്കേടൊന്നും അവർക്ക് ഇല്ല. അല്ലെങ്കിൽ അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞാലും അത്രയും ഫീലിംഗ് ഇല്ല. പക്ഷേ സമാധാനം ഏറ്റവും കൂടുതൽ ആവശ്യമായിരുന്ന സമയത്ത് ദൈവം കർത്താവ് അവരുടെ അടുത്ത് വന്നിട്ട് പറയാണ്, പീസ് ബി അൺടു യു, ഇതാ നിങ്ങൾക്ക് സമാധാനം. ദൈവത്തിൻ്റെ പ്രത്യേകത ഏതാണ്? യേശുവിൻ്റെ പ്രത്യേകത ഏതാണ്? നമ്മളുടെ മാനസികാവസ്ഥയെ അറിഞ്ഞ് നമ്മളോട് ഇടപെടുന്നവനായ കർത്താവ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ തകർച്ചയുടെ സമയത്ത് നമ്മളെ സമാശ്വസിപ്പിക്കുന്ന കർത്താവിൻ്റെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലേ? ആ സമയത്ത് ആശ്വാസത്തിൻ്റെ വചനങ്ങൾ കർത്താവ് സംസാരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലേ? തീർച്ചയായും നമ്മുടെ പ്രതിസന്ധിയുടെ സമയത്ത്, പ്രയാസത്തിൻ്റെ സമയത്ത് കർത്താവ് തീർച്ചയായും നമ്മോട് ഇടപെടുന്നത് ആ നിലയിലായിരിക്കും. നമ്മൾ തകർന്നിരിക്കുന്നതായ സാഹചര്യത്തിൽ കൂടുതൽ തകർക്കുവാനല്ല, പ്രത്യുത നമ്മളെ പണിയുവാൻ. ഇവിടെ കർത്താവ്, അതുകൊണ്ടാണ് പാസ്റ്റർ പറഞ്ഞ വാക്കുകൾ എനിക്ക് ഒത്തിരി പ്രസക്തമായിട്ട്, കാര്യം മാനസികമായിട്ട് ഞാൻ ഒത്തിരി വിഷമിച്ചിരിക്കുന്നതായ ഒരു സാഹചര്യമാണിതെന്ന് നിങ്ങളിൽ മിക്കവർക്കും അറിയാം. മറ്റൊന്നുമല്ല, നമ്മുടെ മിഷണറിമാരുമായിട്ടുള്ള ബന്ധത്തിൽ അവരനുഭവിക്കുന്നതായ, ഞാൻ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് എന്തെങ്കിലും വന്നാലും നമ്മൾ സഹിക്കും, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വന്നാൽ നമ്മൾ സഹിക്കത്തില്ലെന്ന് പറയുന്നത് പോലെ നമ്മുടെ മിഷണറിമാർ അനുഭവിക്കുന്നതായ പ്രതിസന്ധിയുടെ സമയത്ത് ഞാൻ മാനസികമായിട്ട് വളരെ തകർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രിയ പാസ്റ്ററുടെ വാക്കുകൾ എനിക്ക് വളരെ ശക്തമായിട്ട് എന്നെ സ്പർശിച്ചു എന്ന് ഞാൻ പറയട്ടെ. ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. അവൻ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്നു. എന്താണ് കർത്താവ് യെശയ്യാവിനോട് പറയുന്നത്? യെശയ്യാവേ, ഉസിയാവ് മരിച്ചതുകൊണ്ട് സിംഹാസനത്തിൽ ആരും ഇല്ലെന്നായിരിക്കും നീ ചിന്തിക്കുന്നത്. അല്ല, ഉസിയാവ് സിംഹാസനത്തിൽ ഇരുന്നപ്പോഴും അതിൻ്റെ മുകളിൽ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരുന്ന് വാഴ്ച നടത്തിയത് ഞാനാണ്. നീ കണ്ടത് ഉസിയാവിനെ ആയിരിക്കാം, പക്ഷെ ഉസിയാവിന് പുറകിൽ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഞാനിരുന്ന് വാണരുളുകയായിരുന്നു എന്ന് നീ മനസ്സിലാക്കണം. ഉസിയാവിൻ്റെ സിംഹാസനം മാത്രമേ ഒഴിഞ്ഞിട്ടുള്ളൂ, എൻ്റെ സിംഹാസനം ഒഴിഞ്ഞിട്ടില്ല, അത് ഒഴിയുകയുമില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ, എൻ്റെ വാക്കുകൾ ഓൺലൈനിലോ ഓഫ്ലൈനിലോ കേൾക്കുന്നുണ്ടെങ്കിൽ, എവിടെ ദൈവം, എവിടെ എനിക്ക് ഒരു ആശ്വാസം എന്ന് ആരെങ്കിലും പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ, തീർച്ചയായും ഞാൻ പറയട്ടെ, നമ്മുടെ കർത്താവ് മരിച്ചു പോയിട്ടില്ല. നമ്മുടെ കർത്താവ് ഉറങ്ങുകയല്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. അവൻ എപ്പോഴും അലേർട്ടാണ്. നമ്മളെ കാത്തിരിക്കുന്ന, നമ്മളെ കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവം. ഉറങ്ങുന്ന ദൈവമല്ല നമ്മുടെ ദൈവം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ നിന്ന് നമ്മളെ വാണരുളുന്നവനായ, എല്ലാത്തിനെയും വാണരുളുന്നവനായ ദൈവം. മിഷനിലേക്കൊക്കെ ആളുകൾ പോകുമ്പോൾ ഞാൻ സാധാരണ ഈ വേദഭാഗം പറഞ്ഞ ആളുകളോട് പറയാറുണ്ട്, നമ്മളൊക്കെ കാണുന്നത് പ്രത്യക്ഷത്തിലുള്ള സിംഹാസനങ്ങൾ മാത്രമാണ്. കാര്യം ഉസിയാവിൻ്റെ സിംഹാസനം പ്രത്യക്ഷത്തിലുള്ള സിംഹാസനമാണ്, എല്ലാവരും കാണുന്ന സിംഹാസനം. പക്ഷെ അതിൻ്റെ പിന്നിലുള്ള സിംഹാസനം ആരും പലപ്പോഴും കാണുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതല്ലേ? അതുകൊണ്ട് നമ്മൾ പറയും, ആരാണ് ഇവിടെ വാഴുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പറയും. അവരാണ് വാഴുന്നത്. ഇപ്പോഴത്തെ ഭരണം അവരുടെ കയ്യിലായതുകൊണ്ട് അവരങ്ങ് ഭയങ്കര, നമ്മളെ എല്ലാം അങ്ങ് അവരുടെ ഭരണം അവരുടെ കയ്യിലാണ്. അല്ലെങ്കിൽ പറയും, അതെ, വർഗീയവാദികളുടെ കയ്യിലാണ് ഇപ്പോഴത്തെ കൺട്രോൾ മുഴുവൻ വർഗീയവാദികളുടെ കയ്യിൽ. അവർ നമ്മളെ ഒത്തിരി എല്ലാം നമ്മൾ പറയുന്ന എല്ലാം നമ്മൾ കാണുന്ന ദ റിയാലിറ്റി ദാറ്റ് വി സീ, നമ്മളുടെ കണ്ണുകൾക്ക് കാണുന്ന യാഥാർത്ഥ്യങ്ങൾ മാത്രമാണ് നമ്മൾ പലപ്പോഴും പുറത്ത് പറയുന്നത്. എന്നാൽ കർത്താവ് പറയാ, ഉസിയാവ് സിംഹാസനത്തിൽ ഇരുന്നപ്പോഴും അതിൻ്റെ പിന്നിലത്തെ സിംഹാസനത്തിൽ ഇരുന്നത് ഞാൻ തന്നെയാണ്. നീ ഉസിയാവിനെ മാത്രമേ കണ്ടുള്ളൂ, അതുകൊണ്ടാണ് നിനക്കിപ്പോൾ ചില പ്രയാസം. പക്ഷേ നീ യഥാർത്ഥത്തിൽ കാണേണ്ടത് ഉസിയാവിനെ അല്ല,
യഥാർത്ഥത്തിൽ കാണേണ്ടത് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിലിരിക്കുന്ന കർത്താവിനെയാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ചുറ്റും വാഴുന്നുവെന്ന് നമ്മൾ ചിന്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളോ അതല്ലെങ്കിൽ മത തീവ്രവാദികളോ അതല്ലെങ്കിൽ ഗുണ്ടാകളോ അവരൊന്നുമല്ല വാഴുന്നത് ആരാണ്? നമ്മുടെ കർത്താവാണ്. നമ്മുടെ കർത്താവാണ് യഥാർത്ഥത്തിൽ സിംഹാസനത്തിലിരിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അത് നമുക്ക് ബോധ്യമുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവർ ഗോഡ് ഈസ് ഇൻ കൺട്രോൾ എന്ന ദേവദാസന്റെ വാക്കുകൾ എനിക്ക് വളരെ പ്രസക്തമായിട്ട് ഒന്നുകൂടെ എനിക്കൊന്ന് ഉറയ്ക്കാനായിട്ട് കർത്താവ് സഹായിച്ചു എന്നുള്ളത് ഞാൻ പറഞ്ഞതുകൊണ്ടാണ്. അവർ ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. നമ്മുടെ ദൈവം വാഴുന്നു എന്നുള്ളതാണ്. അവൻ സകല സിംഹാസനങ്ങൾക്കും അപ്പുറത്ത് വാഴുന്നു. ഞാൻ മിഷൻ ഫീൽഡിലേക്ക് ആളുകൾ പോകുമ്പോൾ അവരോട് പറയുന്നൊരു കാര്യമുണ്ട്. പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നവരെ അല്ല നിങ്ങൾ കാണേണ്ടത്, അതിന് പിന്നിലിരിക്കുന്നവനായ ദൈവത്തെ, അതിൻ്റെ പിന്നിൽ വാഴുന്നവനായ ദൈവത്തെ. ഞങ്ങൾ ചിലപ്പോൾ പറയാറുണ്ട്, നമുക്ക് മുൻസിഫ് കോർട്ടുണ്ട്, ഹൈക്കോർട്ടുണ്ട്, സുപ്രീം കോർട്ടുണ്ട്. ഇത്രയും വരെയൊക്കെ നമുക്കറിയത്തുള്ളൂ. നമ്മൾ അവസാനത്തെ പേര് കൊടുത്തിരിക്കുന്നത് സുപ്രീം കോർട്ട് എന്നാണ്. പക്ഷെ അതിനപ്പുറത്തൊരു കോർട്ടുണ്ട്. ഹല്ലേലൂയ. അതാണ് വാസ്തവത്തിൽ ദൈവികമായ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. എല്ലാത്തിനെയും വാഴുന്ന, എല്ലാത്തിൻ്റെയും പിന്നിൽ പ്രവർത്തിക്കുന്ന, എല്ലാത്തെയും നിയന്ത്രിക്കുന്നവനായ ഒരു ദൈവത്തിൻ്റെ പ്രത്യേകതയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ ഒരു യാഥാർത്ഥ്യം എന്ന്. അതുകൊണ്ടാണ് എനിക്കത് പറയാനായിട്ട് ഏറ്റവും പ്രസക്തമായിട്ട് എനിക്ക് തോന്നിയത്. എല്ലാത്തിൻ്റെയും മുകളിൽ വാഴുന്ന ദൈവത്തെ നമ്മൾ കാണണം. ഞങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, നിങ്ങളുടെ ഓരോരുത്തരുടെയും കാര്യത്തിൽ, നമ്മുടെ പേഴ്സണൽ ലൈഫിൽ എവിടെയും നമ്മൾ കാണേണ്ടത് പിന്നിൽ വാഴുന്ന, ആ ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തെയാണ്. ചിലപ്പോൾ നമ്മുടെ ഫീലിങ്സ്, പാസ്റ്റർ പറഞ്ഞ വാചകം വളരെ കറക്റ്റാണ്. നമ്മൾ പലപ്പോഴും ആശ്രയിക്കുന്നത് ഫീലിങ്സിലാണ്. പക്ഷെ ഫീലിങ്സ് അല്ല റിയാലിറ്റി എന്ന് പറയുന്നത്. റിയാലിറ്റി ഈസ് ദ വേർഡ് ഓഫ് ഗാഡ്. വേർഡ് ഓഫ് ഗാഡ്, ദൈവവചനമാണ് യാഥാർത്ഥ്യം. ഫീലിങ്സ് ഉണ്ട്, ഇല്ലെന്നല്ല. എല്ലാവർക്കും ഫീലിങ്സ് ഉണ്ട്, പേടിയുണ്ട്. ഞാനൊക്കെ പണ്ട് ഞാൻ ചിന്തിച്ചിരുന്നത് എനിക്ക് പേടിയൊന്നും ഇല്ലെന്നൊക്കെയാണ്. പക്ഷേ ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോയപ്പോൾ എനിക്കും പേടിയുണ്ടായിട്ടുണ്ട്. ഞാൻ ഈജിപ്തിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ഈ ട്രാക്റ്റൊക്കെ ഞാൻ കൊടുത്തില്ലെന്നല്ല, പക്ഷേ എന്നാലും പേടിച്ചാണ് കൊടുത്തത്. ഉള്ള കാര്യം പറയാറുണ്ട്. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ, പോലീസ് വല്ലതും പിടിച്ചു കഴിഞ്ഞാൽ ഇവന്മാർ ജയിലിൽ കൊണ്ടുപോകുന്നത് ട്രാക്റ്റ് കൊടുത്തെന്നോ റിലീജിയസ് റീസൺ പോലും പറഞ്ഞായിരിക്കത്തില്ല. കാര്യം ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി ഇടപെടും. വല്ല മയക്കുമരുന്ന് കടത്തിയെന്ന് പറഞ്ഞായിരിക്കും ചിലപ്പോൾ അവന്മാർ ജയിലിൽ പിടിച്ചിടുന്നത്. ഒരു ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് പോലും ഇടപെടാൻ കഴിയാത്ത നിലയിലായിരിക്കും. ശരിക്കും പേടിച്ചാ കൊടുത്തു എന്നുള്ളത് ശരിയാണ്. അല്ലെങ്കിൽ ബൈബിളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഞാൻ കൊടുത്തു എന്നുള്ളത് ശരിയാണ്. പക്ഷെ എങ്കിലും അന്നേരം എനിക്ക് മനസ്സിലായത് എനിക്കും പേടിയൊക്കെ ഉണ്ടെന്ന്. നമ്മൾ ചിന്തിച്ചത് നമുക്കൊന്നിനും പേടിയില്ല എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു. അങ്ങനല്ല, പേടിയൊക്കെ എല്ലാവർക്കും ഉണ്ട്, നമുക്കൊക്കെ ഉണ്ട്, നമുക്കൊക്കെ ഫീലിങ്സ് ഉണ്ട്. പക്ഷേ ആ ഫീലിങ്സിനപ്പുറത്തുള്ള റിയാലിറ്റി ഉണ്ട്. റിയാലിറ്റി കാണാനാണ് നമുക്ക് എപ്പോഴും കഴിയേണ്ടത്. ഞാൻ ചിലപ്പം നമ്മൾ കാണുന്ന റിയാലിറ്റി അല്ല, ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ഫീലിങ്സ് മാത്രമല്ല, ചില റിയാലിറ്റീസും, വിസിബിൾ റിയാലിറ്റീസും ഉണ്ട്, ഇൻവിസിബിൾ റിയാലിറ്റീസും ഉണ്ട്. അതും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പലപ്പോഴും നമ്മൾ കാണുന്നത് വിസിബിൾ റിയാലിറ്റീസാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എലീശ പ്രവാചകൻ്റെ ശിഷ്യൻ, എലീശ പ്രവാചകൻ, അവർ രണ്ടുപേരും കൂടെ ഉള്ള ഒരു സമയത്ത് നമുക്കറിയാം, ആ ശിഷ്യൻ രാവിലെ എഴുന്നേറ്റ്, നമ്മളെ ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഒരു കട്ടൻ കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം എടുക്കാനൊക്കെ പോയതായിരിക്കും എന്ന് വെച്ചു. ചിലപ്പോൾ എലീശ രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ച് രാവിലെ ചിലതിന് ഉറങ്ങുമല്ലോ ആയിരിക്കും, അറിയത്തില്ല. ഇവൻ കാപ്പി ഉണ്ടാക്കാൻ വേണ്ടി, നമ്മളെ ഭാഷയെ പറഞ്ഞാൽ കാപ്പി ഉണ്ടാക്കാൻ വേണ്ടി പാത്രം എടുത്തുകൊണ്ട് അങ്ങോട്ട് ചെന്നപ്പോഴാണ് കാണുന്നത് അരാമ്യ പടക്കൂട്ടം പർവ്വതത്തെ മുഴുവൻ ചുറ്റിയിരിക്കുന്നത് അവൻ കണ്ടു. വിസിബിൾ റിയാലിറ്റി. ഇവൻ്റെ കയ്യിൽ നിന്ന് പാത്രം ചിലപ്പോൾ താഴെ വീണ് പോയി കാണും. ഞാൻ അങ്ങ് ഭാവനയിൽ പറയുക, കയ്യിൽ കണ്ട് പേടിച്ചു പോയി. ഇവൻ്റെ കയ്യിൽ നിന്ന് പാത്രം തന്നെ താഴെ വീണ് പോയി കാണും. ഇവൻ ഓടി വന്നിട്ട് എലീശയോട് പറയുകയാണ്, യജമാനനെ നമ്മൾ പെട്ടു, അയ്യോ നമ്മൾ രക്ഷപ്പെടത്തില്ല. വിസിബിൾ റിയാലിറ്റി. എലീശ ചോദിച്ചു, എന്താ വളരെ പ്രശ്നം, എന്തോ പറ്റിയെന്ന് നീ പറയുന്നു? ഇനി എന്നാ പറ്റാനാ, നമ്മൾ രണ്ടുപേരുടെയും കാര്യം തീർന്നു. എടാ എന്തോ വാടാ പറ്റിയതല്ലെന്ന് പറയാ, ഒന്ന് എണീറ്റ് നോക്കിക്കേ. എലീശ എണീറ്റ് നോക്കി, എന്തോ വാടാ അരാമ്യ പടക്കൂട്ടം വന്ന് നിൽക്കുന്ന കണ്ടില്ലേ? അപ്പൊ എലീശ നോക്കിയപ്പോൾ അരാമ്യ പടക്കൂട്ടം അവിടെ ഉണ്ട്, വിസിബിൾ റിയാലിറ്റി. പക്ഷെ എലീശ എന്നാ പറയുന്നത്? ഇതിനാന്നോളൂ രാവിലെ എൻ്റെ ഉറക്കമെല്ലാം കളഞ്ഞത്? അല്ല, നീ എന്തിനാ ഈ പേടിക്കുന്നേ?
പേടിക്കാതിരിക്കുന്നത് എങ്ങനെ? ഇത്രയും പേര് വന്ന് നമ്മളെ കൊല്ലാൻ നോക്കിയിരിക്കുമ്പോൾ എങ്ങനെ പേടിക്കാതിരിക്കുന്നത്? അല്ല, നീ ഇവരെ മാത്രമേ കണ്ടുള്ളൂ. ഇത് വിസിബിൾ റിയാലിറ്റി. പക്ഷെ ഒരു ഇൻവിസിബിൾ റിയാലിറ്റി ഉണ്ട്, നീ അത് കണ്ടില്ല. എന്താ? കർത്താവേ, ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. അരാമ്യ പടക്കൂട്ടത്തെ പിന്നെ സഹിക്കാം, ഈ ആത്മീയ കണ്ണ് തുറക്കാത്ത ഈ ശിഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. എൻ്റെ ദൈവമേ, നീ ഇവൻ്റെ കണ്ണൊന്ന് തുറക്കണേ. അവൻ്റെ കണ്ണ് തുറക്കണം എന്ന് പറഞ്ഞാൽ ഫിസിക്കലൈസ് അല്ല, ഇവൻ്റെ ആത്മീയ കണ്ണുകളെ ഒന്ന് തുറക്കണമേ. ദൈവം അവൻ്റെ കണ്ണ് തുറന്നപ്പോൾ അവൻ എന്താ കാണുന്നത്? ദൈവത്തിൻ്റെ സൈന്യം, യഹോവയുടെ സൈന്യം അവർക്ക് ചുറ്റും പാളയം ഇറങ്ങിയിരിക്കുകയാണ്. അതാണ് ഇൻവിസിബിൾ റിയാലിറ്റി. ആ ഇൻവിസിബിൾ റിയാലിറ്റി നമ്മൾ കാണുന്നത് ആത്മാവിൻ്റെ കണ്ണുകൾ കൊണ്ട് മാത്രമാണ്. പലപ്പോഴും നമ്മൾ ഭയക്കുന്നത് ഫിസിക്കൽ റിയാലിറ്റി കൊണ്ടാണ്. അത് റിയാലിറ്റിയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, അത് റിയാലിറ്റിയാണ്. പക്ഷേ അതിനപ്പുറത്ത് നമ്മുടെ ആത്മീക കണ്ണുകൾ തുറക്കണം. ആത്മീക കണ്ണുകൾ തുറക്കുമ്പോഴാണ് നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന സംരക്ഷണത്തിൻ്റെ വലിയ പടക്കൂട്ടത്തെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അത് നമ്മുടെ ആത്മീക കണ്ണുകൾ കൊണ്ടേ കാണാൻ കഴിയും, അല്ലാതെ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ ആത്മീക കണ്ണുകൾ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് അരാമ്യ പടക്കൂട്ടം അവിടെ ഉണ്ട്, ആയിക്കോട്ടെ. നമുക്കെതിരെ പോരാടുന്നവരായ ആളുകളുണ്ട്, വർഗീയവാദികളുണ്ട്, അതുണ്ട്, ഇതുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഭയപ്പെടേണ്ട. അതിനപ്പുറത്ത് ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു സൈന്യമുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കരുത്. അത് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ദൈവം. ഞാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ഈ പടക്കൂട്ടത്തെ ദൈവം എപ്പോഴാണ് അയച്ചത്? അരാമ്യ പടക്കൂട്ടം വന്നു കഴിഞ്ഞപ്പോഴാണോ അതിനു മുമ്പാണോ? എന്നും അവിടെ ഉണ്ടായിരുന്നു. ഇത് എലീശ സ്ഥിരം കാണുന്ന, എല്ലാ ദിവസവും വൈകുന്നേരം ഈ ദൂതന്മാരോട് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ടാണ് ഇയാൾ പോയി കിടന്നുറങ്ങുന്നത്. അതുകൊണ്ട് എലീശ നല്ല ധൈര്യമായിട്ട് കിടന്നുറങ്ങും. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുറ്റുമുള്ള ദൈവത്തിൻ്റെ സൈന്യത്തെ അവൻ എന്നും കണ്ട്, അതൊരു ആത്മീക യാഥാർത്ഥ്യമായതുകൊണ്ട്. അല്ലാതെ അരാമ്യ സൈന്യം വന്നപ്പം ദൈവം വിട്ടതല്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതിനെ മറികടക്കാൻ ഒരു മാർഗം ദൈവം അയക്കുന്നതല്ല ഞാൻ പറയുന്നത്. നമ്മളെ സംരക്ഷിക്കുവാനായി ദൈവത്തിൻ്റെ ദൂതന്മാരെ ദൈവം ഓൾറെഡി അയച്ചിട്ടുണ്ട്. അത് നമുക്കെതിരെയുള്ള ശത്രുക്കൾ വരുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ സൈന്യം നമുക്ക് ചുറ്റുമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം, അത് നമ്മൾ കാണണം. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, ഒന്നും തോന്നരുത്. ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാ: ആരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ദൈവം ഈ ദൂതന്മാരുടെ സൈന്യത്തെ അയച്ചത്? നമ്മൾ പെട്ടെന്ന് പറയും എലീശായെ സംരക്ഷിക്കാൻ. ശരിയാ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, എലീശായെ മാത്രമല്ല, ഈ ശിഷ്യനെ കൂടെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ദൈവം ഈ ദൂതന്മാരുടെ സൈന്യത്തെ അയച്ചത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയട്ടെ, ആത്മീയതയിൽ വലിയ ജയൻസ് ആയിട്ടുള്ള സ്പിരിച്വൽ ജയൻസ്, ആത്മീക രാക്ഷസന്മാരായ ദൈവത്തിൻ്റെ ഏറ്റവും അടുത്ത ദൈവശബ്ദം എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നവരെ മാത്രമല്ല ദൈവം സംരക്ഷിക്കുന്നത്. പാവം പിടിച്ച ഈ എലീശായുടെ ശിഷ്യനെയും ദൈവം സംരക്ഷിക്കും എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. നമ്മളൊക്കെ വലിയ വലിയ ശക്തന്മാരായ ആത്മീക പ്രഭുക്കന്മാരായതുകൊണ്ടല്ല ദൈവം നമ്മളെ സംരക്ഷിക്കുന്നത്. പലപ്പോഴും ദൈവം നമ്മളെ സംരക്ഷിക്കുന്നത് അതുകൊണ്ടല്ല, അത് അവൻ്റെ കരുണയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ദൈവം നമ്മളെ കരുതുന്നു എന്നുള്ളത്. ഞാൻ ചിലപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഇങ്ങനെ കയറി അത് അവിടെ ഇവിടെയൊക്കെ ടച്ച് ചെയ്ത് ഞാൻ അങ്ങനെ അങ്ങ് പോവുകയാണ്. പക്ഷേ നമുക്ക് ഒരു ആത്മീക പ്രചോദനം കിട്ടുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ഞാൻ ചിലപ്പം ഇതേപോലെ തന്നെ ചോദിക്കാറുള്ള ഒരു കാര്യമുണ്ട്. ഏലിയാവിനെ ദൈവം കെരീത്ത് തോട്ടിൽ നിന്ന് സരഫാത്തിൻ്റെ വിധവയുടെ വീട്ടിലേക്ക് അയച്ചു. നമ്മളെല്ലാവരും പറയും ഏലിയാവിനെ സംരക്ഷിക്കുവാൻ സരഫാത്തിലൊരു വിധവയെ ഒരുക്കി എന്ന് പറയും. ശരിയാ, ഏലിയാവ് അവിടെ ചെന്നു സരഫാത്തിലെ വിധവയുടെ ഭവനത്തിൽ നിന്ന് ഒരു ഭക്ഷണം കഴിച്ചു. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഏലിയാവിനെ ദൈവത്തിന് എവിടിട്ട് വേണമെങ്കിലും ഭക്ഷണം കൊടുക്കാമായിരുന്നു. പക്ഷേ ഈ ഏലിയാവ് സരഫാത്തിലെ വിധവയുടെ വീട്ടിൽ പോയില്ലായിരുന്നെങ്കിൽ പട്ടിണി കിടന്ന് അവൾ ചത്തുപോയിന്. അപ്പൊ അതുകൊണ്ട് ദൈവം എലിയാവിനെ സരഫാത്തിലെ വിധവയുടെ ഭവനത്തിലേക്ക് അയച്ചത് ഏലിയാവിന് വേണ്ടി മാത്രമല്ല, ഈ പാവം പിടിച്ച സരഫാത്തിലെ വിധവയ്ക്ക് വേണ്ടിയുമാണ്. ഹല്ലേലൂയ.
അവളുടെ റെക്കോർഡ്സ് ഒന്നും അത്ര നല്ല റെക്കോർഡ്സ് ഒന്നും അല്ലെന്നാണ് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിട്ടും വിശ്വാസത്തിൽ ധീരനായ വീരനായ ഏലിയാവിനെ മാത്രമല്ല ദൈവം കരുതുന്നത്, വിശ്വാസത്തിൽ ബലഹീനയായ സാധാരണക്കാരിയായ ഒരു വിധവയെയും ദൈവം കരുതുന്നുണ്ട്. നമ്മളെയൊക്കെ ദൈവം കരുതുന്നത് നമ്മളെ വിശ്വാസത്തിൻ്റെ നമ്മൾ വിശ്വാസവീരന്മാരാകണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ വിശ്വാസവീരന്മാരെ മാത്രം സംരക്ഷിക്കുന്നവനും പരിപാലിക്കുന്നവനും പരിപോഷിപ്പിക്കുന്നവനും മാത്രമല്ല നമ്മുടെ ദൈവം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ബലഹീനരായ നമ്മളെയും ദൈവം കരുതുന്നു, കാവൽ ചെയ്യുന്നു, പരിപാലിക്കുന്നു, പരിപോഷിപ്പിക്കുന്നു എന്നുള്ളത് എത്ര ആശ്വാസകരമായ ഒരു വാക്കാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആരും ഏലിയാവാകണ്ട, വിധവയാകാൻ ആരും നോക്കണ്ട. ഏലിയാവാകണം, പക്ഷെ ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ദൈവം എത്ര കരുണയുള്ളവനാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഞാൻ പറഞ്ഞതാണ്. ദൈവത്തിൻ്റെ കാരുണ്യം എത്ര മഹനീയമാണ് എന്നുള്ളത് നമ്മൾ ഗ്രഹിക്കണം, അത് നമ്മൾ തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, എത്ര അത്ഭുതകരമായിട്ട് ദൈവം നമ്മളെ പരിപാലിക്കുന്നു, ദൈവം നമ്മെ സൂക്ഷിക്കുന്നു, ദൈവം നമ്മെ സംരക്ഷിക്കുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട അനുഭവമായിട്ട് നമ്മൾ ഒന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയണം. ആ ദൈവത്തെ നമ്മളൊന്ന് അറിയണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഫീലിങ്സ്, കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ കാര്യമുണ്ട്, ഫീലിങ്സ് ഉണ്ട്, റിയാലിറ്റി ഉണ്ട്. ഫീലിങ്സ് എന്താണ്? ഫീലിങ്സ് എപ്പോഴും നമ്മുടെ മനസ്സിൽ നമുക്കുണ്ടാകുന്ന അത് ഫീലിങ്സ്, ദാറ്റ് ഈസ് ദെയർ. പക്ഷെ റിയാലിറ്റി വളരെ ഡിഫറെൻ്റ് ആണ്. ചില സമയത്ത് റിക്വാരൻ പറഞ്ഞൊരു വാചകമുണ്ട്, സംടൈംസ് വി ഫീൽ ഗാഡ് ഈസ് മില്യൺ മൈൽസ് അവേ. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും ദൈവം 1000 മൈലുകൾ അല്ലെങ്കിൽ 1,00,000 മൈലിന് അല്ലെങ്കിൽ 1 മില്യൺ മൈലിന് ദൂരെയാണ് ദൈവം. എവിടെ ദൈവം? ദൈവം ഉണ്ടോ? അല്ലെങ്കിൽ ദൈവം എന്നെ കരുതുന്നോ എന്നുള്ള സംശയമൊക്കെ നമുക്കുണ്ടാകാം. പക്ഷേ റിയാലിറ്റി ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. അതാണ് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനമാണ് റിയാലിറ്റി. ദൈവം കൈവിട്ടോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന സമയത്തും നമ്മളെ നിലനിർത്തേണ്ടത് ദൈവത്തിൻ്റെ വചനമാണ്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. ചിലപ്പോൾ ഫീലിംഗ് തിരിച്ചായിരിക്കും. ഞാൻ ചിലപ്പോൾ അതിന് ഉദാഹരണമായിട്ട് പറയാറുണ്ട്, നമ്മൾ ഈ കുഞ്ഞുങ്ങൾ അമ്മയെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുവേ. അപ്പോൾ അമ്മയെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കിടന്നുറങ്ങി, കൊച്ചു പിള്ളേരല്ലേ, കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി ചിലപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ഉറക്കത്തിലൊന്നും തിരിഞ്ഞു കിടക്കും. ഉറക്കത്തിൽ തിരിഞ്ഞു കിടന്ന് കുറച്ച് കഴിയുമ്പം എന്ത് ചെയ്യുന്നിങ്ങനെ അമ്മയെ ഇങ്ങനെ തപ്പി നോക്കും, പക്ഷെ അവിടെ അമ്മയെ കാണത്തില്ല. ഞാൻ മനസ്സിലായല്ലോ? അതായത് അമ്മയുടെ സൈഡിലോട്ട് തിരിഞ്ഞാൽ കിടന്ന് ഉറങ്ങിയത്, പക്ഷെ ഉറക്കത്തിൽ അറിയാതെ തിരിഞ്ഞൊന്ന് കിടന്നപ്പം കൈ ഇങ്ങനെ നോക്കുമ്പോൾ അമ്മ അവിടെ കാണത്തില്ല. ഒറ്റ കരച്ചിലാ. എന്നാന്നറിയാമോ? അമ്മ ഇട്ടേച്ച് പോയെന്ന് പറഞ്ഞു. പക്ഷെ സത്യം എന്താ? അമ്മ എങ്ങും പോയിട്ടില്ല. അമ്മ ഇപ്പോഴത്തെ സൈഡിലുണ്ട്. ആകെ ആവശ്യമുള്ള എന്നാന്നറിയാമോ? ഒന്ന് തിരിഞ്ഞു കിടന്നാൽ മതി. ഒന്ന് തിരിഞ്ഞു കിടന്നാൽ അവിടെ ആരുണ്ട്? അമ്മയുണ്ട്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചില സമയങ്ങളിലൊക്കെ ദൈവം നമ്മളെ കൈവിട്ടു എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ പോലും ഒരു കാര്യം ഞാൻ പറയാം, ദൈവം നമ്മളെ കൈവിട്ടിട്ടില്ല. ഒന്ന് തിരിഞ്ഞു കിടന്നാൽ മതി. യാഥാർത്ഥ്യം. ആ ദൈവത്തെ തിരിച്ചറിയാനായിട്ട് നമുക്ക് കഴിയും എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ചിലപ്പോൾ നമ്മൾ ആ സാഹചര്യത്തിലെ ആ സാഹചര്യത്തെ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ പോലും, ഞാനിന്ന് പറയാൻ ഉദ്ദേശിച്ചത് വേറൊരു കാര്യമാണ്. നമ്മൾ ഈ ദൈവത്തെക്കുറിച്ച്, യേശുവിനെ കുറിച്ച് പറയുമ്പോൾ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 22-ാം വാക്യത്തിൽ അവനെ വിളിക്കുന്ന ഒരു പേരുണ്ട്, ഇമ്മാനുവൽ. ഇമ്മാനുവൽ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോട് കൂടെ എന്ന് അർത്ഥമുള്ള എന്ന് പറഞ്ഞാണ് അവിടെ നമ്മൾ കാണുന്നത്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് അതാണ്. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് പേർ വിളിക്കും. ഇമ്മാനുവൽ എന്ന് വെച്ചാൽ എന്താ? ദൈവം നമ്മോട് കൂടെ. ഇതൊരു വലിയ യാഥാർത്ഥ്യമാണ്. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത അവൻ നമ്മോട് കൂടെ എന്നുള്ളതാണ്. മറ്റ് ദൈവങ്ങളുടെയൊക്കെ പ്രത്യേകത എന്നറിയാമോ? ആ ദൈവം എവിടാണോ അങ്ങോട്ട് നമ്മൾ ചെന്നോണം, അല്ലേ? ഒരു വിഗ്രഹത്തിൻ്റെ അടുത്ത് ദൈവമെന്നൊക്കെ വിളിച്ചുകൊണ്ട് നമ്മൾ വീട്ടിൽ ഇരുന്ന് വിളിച്ചാൽ പറ്റത്തില്ല. നമ്മൾ എവിടെ ചെല്ലണം? അവിടെ ചെല്ലണം. ദൈവത്തെ കാണണമെങ്കിൽ ദൈവം ഇരിക്കുന്നിടത്ത് അങ്ങോട്ട് ചെല്ലണം.
പക്ഷേ നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത, നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നതല്ല, അവൻ ഇങ്ങോട്ട് വരുന്ന ദൈവമാണ്. അവൻ നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ. അതാണ് യേശു. യേശുവിൻ്റെ പേരിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, യേശു ദൈവമാണ്. അവൻ നമ്മോട് കൂടെ ഇരിക്കാൻ ഇറങ്ങി വന്ന അത്യുന്നതനായ ദൈവമാണ്. യേശു നമ്മുടെ കൂടെ നടക്കുമ്പോൾ യേശു വെറും ഒരു ഗുരുവല്ല, യേശു ദൈവമാണ്. ഈസ് ഗാഡ്. അവൻ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ പ്രത്യേകത, അവൻ സ്വർഗത്തിലിരിക്കുന്ന ദൈവമാണെന്ന് മാത്രമല്ല, നമ്മോട് കൂടെ നടക്കുന്ന ദൈവമാണ്. നമ്മുടെ കൂടെ നടക്കുന്ന ദൈവം, ഏറ്റവും അടുത്ത് നടക്കുന്നവനായ ദൈവം. നമ്മൾ വേദപുസ്തകത്തിൽ പറയുന്ന ഏറ്റവും പ്രധാന, അവൻ കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. നമ്മുടെ കൂടെ നടക്കുന്നവനായ ദൈവം, ഏറ്റവും അടുത്ത തുണ. കഷ്ടം വരുമ്പോഴാണ് ഏറ്റവും അടുത്ത് വരുന്നത്. അല്ലാത്തപ്പോഴും അവൻ കൂടെ ഉണ്ട്, അവൻ എപ്പോഴും കൂടെ ഉണ്ട്. പക്ഷെ നമ്മൾ ശരിക്കും ദൈവത്തിൻ്റെ ആ ഇടപെടൽ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും സന്ദർഭങ്ങളിലാണ്. അൺനോൺ ഫുട് പ്രിൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുള്ള കഥകളാണ് ഞാൻ പിന്നെയും പറയുന്നത്. അൺനോൺ ഫുട് പ്രിൻസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഒരു ദിവസം ദൈവം അവൻ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നുപോയ പാതകളെയൊക്കെ കാണിക്കാനായിട്ട് ഇങ്ങനെ, നീ എങ്ങനെ ഏത് വഴി കൂടെയൊക്കെയാണ് വന്നെന്ന് നിനക്കൊന്ന് കാണണ്ടേ? അവൻ പറഞ്ഞു കാണണം. അപ്പോൾ അങ്ങനെ കാണാനായിട്ട് വന്നപ്പോൾ ദൈവം അവനോട് പറഞ്ഞു, ഈ വഴിയെ കൂടെ നീ നടന്ന് നീ ഒന്ന് ഓർത്ത് നോക്കി. അപ്പോൾ ഒരു സമുദ്ര തീരമാണ്. അപ്പം ആ സമുദ്രത്തിൻ്റെ മണലിൽ കൂടെ അവനിങ്ങനെ നടന്ന കാര്യം അവനിങ്ങനെ ഓർത്തു. അവൻ നോക്കിയപ്പോൾ, അവൻ ഒറ്റയ്ക്ക് ഇതിലെ നടന്ന സമയത്ത് ഇവൻ ഇപ്പം നോക്കിയപ്പോൾ അവിടെ 2 പേരുടെ കാൽപാദങ്ങൾ കാണുന്നുണ്ട്, കാൽപാദങ്ങളുടെ പാടുകൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഇതാരുടെയാ? 2 പേരുടെ. ഞാൻ ഇതിലെ ഒറ്റയ്ക്കാണല്ലോ നടന്നത്. ഞാൻ ഒറ്റയ്ക്കാണെന്ന് ഞാൻ എത്ര പ്രാവശ്യം ചിന്തിച്ചു. അയ്യോ, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളല്ലോ, എൻ്റെ കൂടെ ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഒത്തിരി കരഞ്ഞ സമയമാണല്ലോ ഇത്. ഈ മണൽപ്പാതയിലൂടെ ഞാൻ നടന്നപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് നടന്നു. പക്ഷെ ഇവിടെ ഇപ്പോൾ 2 കാൽപാദങ്ങൾ കാണുന്നുണ്ടല്ലോ, കാൽപാദങ്ങളുടെ പാടുകൾ കാണുന്നുണ്ടല്ലോ. ഇവിടെ കർത്താവ് പറഞ്ഞു, നീ ഒറ്റയ്ക്കായിരുന്നു എന്നുള്ളത് നിന്റെ ഫീലിംഗ് ആണ്. പക്ഷേ ആ സമയത്ത് നീ ഒറ്റയ്ക്കല്ലായിരുന്നു, ഞാനും നിന്റെ കൂടെ ഉണ്ടായിരുന്നു. നീ കാണുന്ന ഈ കാൽപാദങ്ങൾ ഒന്ന് നിൻ്റേതാ, അടുത്ത കാൽപാദം അത് എൻ്റേതാ. ഞാനും നിന്റെ കൂടെ ഉണ്ടായിരുന്നു. അതാണ് റിയാലിറ്റി. നീ ചിന്തിച്ചത് നീ ഒറ്റയ്ക്കാണെന്നാണ്, നിന്റെ ഫീലിംഗ് ആണ്. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു, ഞാൻ നിന്റെ കൂടെ നടക്കുകയായിരുന്നു. അവന് ഭയങ്കര സന്തോഷം തോന്നി. കർത്താവേ, വളരെ നന്ദി, ഞാൻ ഒറ്റയ്ക്കായിരുന്ന സന്ദർഭത്തിൽ എന്നെ ഒറ്റയ്ക്ക് വിടാതെ നീ കൂടെ നടന്നല്ലോ, പ്രൈസ് ദ ലോർഡ് എന്നൊക്കെ പറഞ്ഞ് പിന്നെയും ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന് നടന്ന് കുറച്ച് പ്രയാസമുള്ള പാതകളിലൂടെ പോയി, പാറക്കെട്ടുകളിലൂടെ പോയി, വഴുവഴുപ്പുള്ള സ്ഥലങ്ങളിലൂടെ പോയി. അവൻ അങ്ങനെ ഓർത്തു, അയ്യോ, എൻ്റെ ജീവിതത്തിൽ ഞാൻ തകർന്നു പോയെന്ന് ഞാൻ ചിന്തിച്ച സന്ദർഭങ്ങൾ, താഴെ വീണു പോകുമെന്ന് ചിന്തിച്ച സന്ദർഭങ്ങൾ, ആരും എന്നെ സഹായിക്കാനില്ലാതിരുന്നുവെന്ന് ചിന്തിച്ച സന്ദർഭങ്ങൾ. അങ്ങനെ നോക്കി പോയപ്പോഴത്തേക്ക് ഇടയ്ക്ക് വന്നപ്പോൾ, ഏറ്റവും പ്രയാസമുള്ള സന്ദർഭം വന്നപ്പോൾ, വഴുവഴുപ്പുള്ള സ്ഥലം, പാറക്കെട്ടുകൾ വന്നപ്പോൾ അവൻ നോക്കിയപ്പോൾ ഒരാളുടെ കാൽപാദമേ ഉള്ളൂ. അപ്പോൾ ദൈവം പറഞ്ഞു, ഗാഡ്, അവൻ പറഞ്ഞു, ലോർഡ്, ഇറ്റ് ഈസ് അൺഫെയർ. ഇത് ശരിയല്ല. എന്താ പറ്റിയേ? അല്ല, എനിക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നപ്പോൾ, ഞാൻ ആ സമുദ്രതീരത്തോടെ നടന്നപ്പോൾ നീ എൻ്റെ കൂടെ നടന്നു. പക്ഷേ ഈ പ്രതിസന്ധിയുടെ ഏറ്റവും വലിയ സന്ദർഭങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ നീ എന്നെ തള്ളിക്കളഞ്ഞു. അതിനാ നീ തള്ളിക്കളഞ്ഞെന്ന് പറയാൻ കാര്യമില്ല. നോക്ക്, എൻ്റെ കാൽപാദങ്ങൾ മാത്രമേ ഉള്ളല്ലോ, നീ എന്നെ ഇട്ടേച്ച് പോയില്ലേ. ഇവിടെ ആയിരുന്നു എനിക്ക് നിന്നെ ആവശ്യം ഉണ്ടായിരുന്നത്, പക്ഷെ നീ എന്നെ ഇട്ടേച്ച് പോയില്ലേ. ഇവിടെ ഞാൻ തന്നെ അല്ലയോ നടന്നത്, ഞാൻ തകർന്നു പോകേണ്ടതായിരുന്നു, വീണു പോകേണ്ട സാഹചര്യങ്ങളായിരുന്നു. ഇവിടെ കർത്താവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, ഞാൻ നിന്നെ തള്ളിക്കളഞ്ഞില്ല. പിന്നെ ഒരു കാൽപാദത്തിൻ്റെ ഒരാളുടെ കാൽപാദങ്ങളെല്ലാം കാണുന്നുള്ളൂ. പിന്നെ കർത്താവ് പറഞ്ഞു, അത് നിന്റെ അല്ല, പിന്നെ ആരുടെയാ? മോനെ, അത് എൻ്റെയാ. അപ്പൊ എൻ്റെ കാൽപാദമോ? നിന്റെ കാൽപാദം എങ്ങനെയാ കാണുന്ന കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി, ഇതിലെ നീ നടന്നാൽ താഴെ വീണ് പോകും. അതുകൊണ്ട് ഞാൻ നിന്നെ എൻ്റെ കരങ്ങളിലെടുത്ത് എൻ്റെ മാറോടണച്ചു കൊണ്ടുപോവുകയായിരുന്നു. ഇവിടെ നീ തനിയെ നടന്നതല്ല, നിനക്ക് നടക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ, ചെറിയ സന്ദർഭങ്ങളിൽ, പ്രയാസങ്ങൾ കുറഞ്ഞ സന്ദർഭങ്ങളിൽ ഞാൻ നിന്റെ കൂടെ നടന്നെങ്കിൽ, ഇവിടെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ നിന്നെ കരങ്ങളിൽ എടുത്തു, നിന്നെ എൻ്റെ മാറോടണച്ചു. നിനക്കിവിടെ നടക്കാൻ കഴിയുമായിരുന്നില്ല, നീ തകർന്നു പോയേനെ. പക്ഷേ ഞാൻ നിന്നെ എൻ്റെ കരങ്ങളിൽ വഹിച്ചു, എൻ്റെ മാറോടണച്ചു.
ഞാനാ നടന്നത്, നീ അല്ല. നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും ഏറ്റവും പ്രതിസന്ധി അതാണ്. അവൻ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണ. അതാണ് ഇമ്മാനുവേൽ എന്ന് പറയുന്നത്. അതാണ് ദൈവം നമ്മുടെ കൂടെ. ചില സന്ദർഭങ്ങളിൽ നമ്മുടെ കൂടെ നടക്കുമെങ്കിൽ ചില സമയങ്ങളിൽ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും സമയങ്ങളിൽ അവൻ നമ്മെ എടുത്തുകൊണ്ട് നടക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അതാണ് ഇമ്മാനുവേൽ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കൂടെ നടക്കുന്നവനായ ദൈവം, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണ. പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ അവൻ കൂടെയുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആശ്വാസം. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകത്തില്ലെന്നല്ല ദേവദാസൻ പാസ്റ്റർ പറഞ്ഞ കാര്യമുണ്ടല്ലോ. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകാം, പ്രയാസങ്ങൾ ഉണ്ടാകാം, വല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകാം. 23-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ കൂരിരുൾ പാത താഴ്വരയിൽ കൂടെ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. അപ്പൊ എന്തോ ഉണ്ട്? കൂരിരുൾ താഴ്വര ഉണ്ട്. ഇവിടെ എഴുതിയിരിക്കുന്നത് കൂരിരുൾ താഴ്വര എന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. ഷാഡോ ഓഫ് ദ വാലി ഓഫ് ഡെത്ത്, മരണനിഴൽ താഴ്വരയിലൂടെ നീ നടന്നാലും, അതായത് മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നടന്നാലും, മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അടുത്ത നിമിഷം എനിക്ക് ജീവിക്കാൻ കഴിയുമോ എന്ന് അറിയാൻ വയ്യാത്തതായ സാഹചര്യം. ചില സന്ദർഭങ്ങളിലൊക്കെ അതുപോലുള്ള പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ പ്രിയമുള്ളവരെ? ജീവിച്ചിരിക്കുമോ എന്ന് പോലും സംശയം തോന്നിയതായ സാഹചര്യങ്ങൾ. പൗലോസ് പറഞ്ഞു, മരിച്ചവരിൽ നിന്ന് ഉയിർപ്പിക്കുന്ന ദൈവത്തിൽ പ്രത്യാശ വയ്ക്കേണ്ടി വന്ന സാഹചര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി. കാര്യം എന്താണേലും മരിക്കുമെന്ന് ഉറപ്പായി. മരണത്തിൽ നിന്ന് ഉയിർപ്പിക്കുന്ന ദൈവത്തിൽ ഞങ്ങൾ പ്രത്യാശ. കാര്യം മരണം മുന്നിൽ കണ്ടതായ സാഹചര്യങ്ങൾ. അങ്ങനെയുള്ള മരണനിഴൽ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. എന്തുകൊണ്ടാ? ചിലപ്പോൾ നമ്മൾ പറയും, നിനക്കൊന്നും സംഭവിക്കുകയില്ല. അതൊക്കെയാണല്ലോ നമ്മുടെ കോമൺ പ്രസംഗങ്ങളൊക്കെ. നീ അതിലെ നടന്നാലും നിനക്കൊന്നും സംഭവിക്കുകയില്ല, നിന്നെ ജയാളിയാക്കും. ജയാളിയാക്കുമെന്നോ അല്ലെങ്കിൽ ആ താഴ്വര നിനക്ക് സ്വർണത്തിന്റെ കുന്നാക്കി തരുമെന്നൊക്കെ വേണമെങ്കിൽ പറയുന്ന ആൾക്കാരാണ്. പക്ഷേ ഇവിടെ പറയുന്നത് എന്തുകൊണ്ട് ഭയപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അവിടെയും നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. അതാണ് ഇമ്മാനുവേൽ. എപ്പോഴാണ് ദൈവം നമ്മുടെ കൂടെ? ഒരു പ്രതിസന്ധിയും ഇല്ലാത്ത സന്ദർഭങ്ങളിൽ മാത്രമല്ല, പ്രയാസങ്ങളില്ലാത്ത സന്ദർഭങ്ങളിൽ മാത്രമല്ല, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാത്ത സന്ദർഭത്തിൽ മാത്രമല്ല. പ്രിയമുള്ളവരെ, മരണനിഴൽ താഴ്വരയിൽ കൂടെ നടന്നാലും നീ ഒരു അനർത്ഥവും ഭയപ്പെടേണ്ട. കാര്യം ആ മരണനിഴൽ താഴ്വരയിലും ആര് നിന്റെ കൂടെ ഉണ്ട്? ദൈവം നമ്മോട് കൂടെ. ഇമ്മാനുവേലായി നമ്മുടെ കൂടെ നടക്കുന്നവനായ ദൈവം, നമ്മളെ വഴി നടത്തുന്നവനായ ദൈവം. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ അതാണ് യാഥാർത്ഥ്യം. ദേവദാസൻ പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ വചനമാണ് റിയാലിറ്റി. കൂരിരുൾ താഴ്വര ഒരു പ്രസന്റ് റിയാലിറ്റി ആയിരിക്കും. പക്ഷേ അത് നമുക്ക് തരുന്ന ഫീലിങ്ങിനും അപ്പുറത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ താഴ്വരയിലും എൻ്റെ യേശു എൻ്റെ കൂടെ ഉണ്ട്. മരണനിഴൽ താഴ്വരയിൽ ദൈവത്തെ കാണാൻ കഴിയുന്നതാണ്, യേശുവിനെ കാണാൻ കഴിയുന്നതാണ്, ഇമ്മാനുവേലായ യേശുവിനെ കാണാൻ കഴിയുന്നതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. പ്രതിസന്ധികളില്ലെന്നല്ല, പ്രയാസങ്ങളില്ലെന്നല്ല, നമ്മുടെയൊക്കെ ജീവിതത്തിൽ, ഇവിടെ ഇരിക്കുന്ന എന്നെ കേൾക്കുന്ന ആളുകളുടെ ഒക്കെ ജീവിതത്തിൽ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ ഉള്ളപ്പോൾ ഞാൻ പറയട്ടെ, അത് നിങ്ങളെ തകർത്ത് കളയുമെന്ന് ലോകം ചിന്തിക്കുന്ന, നമ്മൾ തന്നെ ചിന്തിക്കുന്ന അവസ്ഥ. കാര്യം ഇതിന് കൊടുത്തിരിക്കുന്ന പേര് തന്നെ മരണനിഴൽ താഴ്വര എന്നാണ്. പക്ഷേ അവിടെയും ഇമ്മാനുവേലായ ദൈവം കൂടെയുണ്ട് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. താങ്ക് യു വെരി മച്ച്.